പറവൂരിൽ പ്രതിപക്ഷ നേതാവിന്റെ അപരനെ പിന്തിരിപ്പിക്കാൻ കോൺഗ്രസിന്റെ ശ്രമം. KB സതീഷിന്റെ വീട്ടിലെത്തി പറവൂരിലെയും വടക്കേക്കരയിലെയും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരാണ് അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ BJP സ്ഥാനാർത്ഥിയായി മുൻപ് മത്സരിച്ച വ്യക്തിയാണ് ഈ KB സതീശൻ. മത്സരിക്കണോ എന്ന കാര്യം വ്യാഴാഴ്ച രാവിലെയോടെ തീരുമാനിക്കുമെന്ന് പെട്രോൾ പമ്പ് തൊഴിലാളിയായ KB സതീശൻ പറഞ്ഞു. പറവൂർ കോടതിയിൽ ഇയാൾ പ്രതിയായ പോക്സോ കേസും നിലവിലുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശവും സൂക്ഷ്മ പരിശോധനയും പൂർത്തിയായപ്പോൾ പറവൂർ നിയോജക മണ്ഡലത്തിൽ 2 സതീശന്മാരാണ് മത്സരിക്കുന്നത്. ഒന്ന് UDFന്റെ VD സതീശനും മറ്റൊന്ന് സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന KB സതീശനും. VD സതീശന്റെ പറവൂർ നിയോജക മണ്ഡലത്തിലെ MLA ഓഫീസിൽ നിന്നും 3 കിലോമീറ്റർ മാറിയാണ് ഇദ്ദേഹത്തിന്റെ വീടുള്ളത്. സ്വതന്ത്രനായിട്ട് തന്നെയാണോ മത്സരിക്കുന്നത്? അതെ, സ്വതന്ത്രനായിട്ട് മത്സരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ മത്സരിക്കുന്ന ഒരു തീരുമാനത്തിലെത്തുന്നത്? അങ്ങനെ ഒന്നുമല്ല, ഞാൻ ഇതിൽ മത്സരിക്കണമെന്നുണ്ടായിരുന്നു അസംബ്ലിയിലേക്ക്. അങ്ങനെ മത്സരിക്കണം, അത്രേ ഉള്ളൂ. ആരും പിന്തുണച്ചിട്ടോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല? പിന്തുണയെന്ന് വെച്ചാൽ എൻ്റെ പേരിലൊരു കേസുണ്ട്. ആ കേസിൻ്റെ കാര്യങ്ങൾ നടത്തുന്നത് അഡ്വക്കേറ്റ് ജേക്കബ് ജോർജാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. എന്ത് കേസായിരുന്നു? ഒരു പോക്സോ കേസാണ്, വ്യാജമായിട്ടുള്ള കേസാണ്. അതിൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന് MLA ആയിട്ടില്ലെങ്കിൽ നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്നതും തമ്മിൽ എന്താ ബന്ധമുള്ളത്? അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് ഒരു പലചരക്കട ഉണ്ടായിരുന്നു. അത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും BJPയുടെ പ്രവർത്തകരൊക്കെ കൂടി ചേർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ അത് പൂട്ടി. അപ്പോൾ നമ്മൾ ചെയ്യണം, അത്രേ ഉള്ളൂ. മുൻപ് ഏതെങ്കിലും തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ചിട്ടുണ്ടോ? ഞാൻ പഞ്ചായത്ത് ഇലക്ഷനിൽ 3 പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ട്. ആരെ പ്രതിനിധീകരിച്ചായിരുന്നു? BJP പ്രതിനിധീകരിച്ചു. ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന കഴിഞ്ഞു. മത്സരിക്കാനുള്ള തീരുമാനമുണ്ടോ? അത് തീരുമാനമൊന്നും ആയിട്ടില്ല. VD സതീശന്റെ വോട്ട് വീതം കുറയ്ക്കുക അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നും ഉദ്ദേശമൊന്നുമില്ല. മാത്രമല്ല, നമ്മൾ നിന്നൊന്നും എഴുതി സതീശന്റെ വോട്ട് കുറയൊന്നുമില്ല. എന്തെങ്കിലും തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടോ? ഒരു പ്രചാരണം ഉദ്ദേശിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ മത്സരത്തിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞ്? ഇല്ല, പിന്മാറണമെന്ന് പറഞ്ഞാൽ അങ്ങനെ സമീപിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ 1-2 പ്രവർത്തകർ വന്നിരുന്നു, സംസാരിച്ചിരുന്നു. പിൻവലിക്കാനുള്ള എന്തെങ്കിലും താല്പര്യമുണ്ടോ? പിൻവലിക്കാൻ നിർബന്ധിച്ച് പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും തരത്തിലുള്ള ഓഫറുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല, നമ്മളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഇടതുപക്ഷത്തിന്റെ ആളുകൾ അങ്ങനെ നിർബന്ധമായി നിർത്തണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആവശ്യമായിട്ട് വന്നിട്ടുണ്ടോ? ഇല്ലില്ല, ആരും വന്നിട്ടില്ല. നിലവിൽ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും മാറുന്ന കാര്യം സംബന്ധിച്ച് ഒരു തീരുമാനമായിട്ടില്ല. 26-ാം തീയതിയാണ്, അതായത് വ്യാഴാഴ്ചയാണ് ഇതിന്റെ അവസാന ദിനമെന്നിരിക്കെ ആ ദിവസം അതിലൊരു തീരുമാനമാകുമെന്നുള്ളതാണ് VD സതീശന്റെ അപരനായി ഇപ്പോൾ നിലവിലുള്ള KB സതീശൻ വ്യക്തമാക്കുന്നത്. ജോയ് CR വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.